ത്രിയുഗി നാരായൺ മന്ദിറിലേക്കുള്ള യാത്രാമധ്യേ അളകനന്ദ നദിയുടെ മധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ധാരീദേവി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. യാത്രയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത യാത്രാനുഭൂതിക്ക് അധികം കോട്ടം തട്ടാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാണ് ശ്രമം. അതിനാൽ വീഡിയോ അല്പം വലുതാണ്. യാത്ര മുഷിച്ചിലുണ്ടാക്കുന്നവർക്ക് സ്കിപ്പ് ചെയ്തും കാണാവുന്നതാണ്. ബൂഡാകേദാറിൽ നിന്നും തിരിച്ചെത്തി ചാമിയാലയിലെ ഈ ചെറിയ ഹോട്ടലിലാണ് ഇന്നത്തെ രാത്രിവാസം. റോഡരികിൽ തന്നെയായി ചെറിയ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയതാണ് ഈ ഹോട്ടൽ. ആകെ 10 മുറികളേ ഉള്ളൂ. ഭില്ലേശ്വർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 1.5 കിലോമീറ്റർ ആണ് ഇവിടേക്ക്. ഈ ഹോട്ടൽ കൂടാതെ 2-3 ഹോം സ്റ്റേകളെ ഇവിടെയുള്ളൂ. ഇതാണ് 1ാമത്തെ നില. ബാക്കി 2 താഴേക്കാണ്. 102 നമ്പർ മുറിയാണ് കിട്ടിയത്. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഒരു ഡബിൾ റൂമാണ്. ടോയ്ലറ്റും വൃത്തിയുള്ളതാണ്. ചൂടുവെള്ളവും ലഭിക്കും. ചെറിയൊരു റെസ്റ്റോറന്റും ഒപ്പമുണ്ട്. അതിനായി ചെറിയൊരു അടുക്കളയും. പുറത്തെ ബാൽക്കണിയിൽ നിന്നും ബാൽഗംഗാ നദീതീരവും ഗ്രാമങ്ങളും പൈൻമരങ്ങൾ നിറഞ്ഞ മലനിരകളും ഒക്കെയാണ് കാഴ്ച. താഴെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ്. വിവാഹങ്ങളൊക്കെ നടക്കുന്ന ഹാൾ. 2 വിവാഹങ്ങൾ ഈ ഗ്രാമത്തിൽ നടക്കുന്നുമുണ്ട്. ബാൽഗംഗാ നദിക്ക് അക്കരെയും ഇക്കരെയുമായാണ് ചമിയാല ഗ്രാമം. ദൂരത്തിനനുസരിച്ച് മലനിരകൾ പല നിറങ്ങളിലായി കാണപ്പെടുന്നു. ഒരു നീളൻ ബാൽക്കണിയാണ് ഈ ഹോട്ടലിന്. നമസ്കാരം. ചാമിയാലയിൽ ഒരു ഹോട്ടൽ മുറിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രഥം കേദാർ ബേലേശ്വർ മഹാദേവ് ക്ഷേത്രത്തിന്റെ പൂജാരി അറേഞ്ച് ചെയ്ത് തന്ന റൂമാണ്. 600 രൂപയാണ് വാടക. നല്ല സൗകര്യമുള്ള റൂമാണ്. നല്ല കട്ടിയുള്ള രജായി, പുതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു തണുപ്പില് ഇതൊക്കെ വേണം. എങ്കിൽ മാത്രമേ ഇവിടെ സ്റ്റേ പറ്റുള്ളൂ. അതിൽ വണ്ടി ഓടിക്കാൻ തന്നെ നല്ല പാടായിരുന്നു. ഇന്ന് കൈയൊക്കെ മരവിച്ചു പോകുന്ന പോലെ. നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് വണ്ടി ഓടിച്ചതാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഇപ്പോൾ 5 ഡിഗ്രിയാണ് കാണിക്കുന്നത്. മുകളിൽ കേദാർനാഥിലൊക്കെ മഞ്ഞ് വീണ്, മുകൾ ഭാഗങ്ങളിലൊക്കെ മഞ്ഞ് വീണിട്ടുണ്ട്. അപ്പം അത് കാരണം അവിടുത്തെ കവാടമൊക്കെ നേരത്തെ അടയ്ക്കുകയും ചെയ്തു. ഇപ്പം താഴത്തേക്ക് അതിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് തണുപ്പുള്ളത്. ഇനിയിപ്പോൾ നാളത്തെ യാത്ര ത്രിയുഗി നാരായൺ മന്ദിറിലേക്കാണ്. അപ്പം അത് ഇവിടെ നിന്നൊരു 5 മണിക്കൂർ യാത്രയാണ് കാണിക്കുന്നത്. 144 കിലോമീറ്റർ ആണ് ഇവിടുന്ന് രുദ്രപ്രയാഗ് വഴി ത്രിയുഗി നാരായൺ മന്ദിറിലേക്ക്. അപ്പോൾ അത് എത്ര സമയം എടുക്കും എന്നുള്ള അറിയില്ല. നമ്മളിപ്പോൾ അതിൽ കാണിക്കുന്ന സമയം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വളഞ്ഞു തിരിഞ്ഞ റോഡും ചില ഭാഗത്തൊക്കെ ഇടിഞ്ഞു പോയി പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം എത്ര സമയം എടുക്കും എന്നുള്ളത് അറിയില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നും അറിയില്ല. കൈ മരവിക്കുന്നതാണ്, കാല് മരവിക്കുന്നതാണ് ഒരു വല്ലാത്ത പ്രശ്നം. അപ്പോൾ ഇന്നത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഒരു പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വകയായിരുന്നു വൈകുന്നേരത്തെ ഭക്ഷണം. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ 2 നേരം ഭക്ഷണം കഴിക്കുന്നുള്ളൂ. വണ്ടി ഓടിക്കാൻ സുഖം അതാണ്. കാലത്ത് 11 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി രാത്രി ഭക്ഷണം. സുഖമാണ്. വലിയ ഹെവിനെസ് ഒന്നും ഇല്ല. പിന്നെ ഇതുപോലെ നല്ല റൂമുകൾ കിട്ടണം താമസിക്കാൻ. വല്ലാത്ത തണുപ്പാണ്. നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഈ തണുപ്പ് സഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭഗവാൻ എത്തിച്ചു. ഇനി നാളെ അവിടേക്കും കൂടിയും പോകണം. ഇന്ന് പൂജാരിയായിട്ട് ബൂഡാകേദാർ പോയി ഇടിഞ്ഞുപോയ മലയും ഇതൊക്കെ കണ്ടു. എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടു വന്നു. അതൊക്കെ വീഡിയോയിൽ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുകയാണ്.
നാളെ ഇനി കാലത്ത് ഒന്നുകൂടി അദ്ദേഹത്തെ പോയി റാവൽജിയെ പോയി ഒന്ന് കാണണം, ബലേശ്വർ മഹാദേവ് മന്ദിറിലെ. അപ്പോൾ അദ്ദേഹത്തിന് കണ്ട ശേഷം 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടു കൂടി അവിടെ എത്താം. ഒരു റൂം അവിടെയും തരപ്പെടുത്തണം. ഒക്കെ മുകളിൽ നിന്നുള്ള ആൾ തീരുമാനിക്കുന്ന പോലെയാണല്ലോ നടക്കുന്നത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രാത്രി സുഖമായി ഉറങ്ങി. കാലത്ത് ഇതാണ് കാഴ്ച. രാത്രി താപനില മൈനസിലേക്ക് പോയിരിക്കുന്നു. കാറിന് മുകളിലും ബൈക്കിന്റെ സീറ്റിന് മുകളിലും മഞ്ഞ് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഉപ്പ് വിതറിയതുപോലെയുണ്ട്. വെയിൽ വീണാലേ ഇതൊന്ന് ഉരുകി പോവുകയുള്ളൂ. ബൈക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. കാലത്ത് 7 മണിയാണിപ്പോൾ. മലകൾക്കിടയിലൂടെ വെയിലിവിടെ എത്തണമെങ്കിൽ സമയം 8 മണിയെങ്കിലും ആകണം. കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി. റാവൽജിയെ കണ്ടു. ക്ഷേത്ര ദർശനം നടത്തി. അർജുനന് മുമ്പിൽ പ്രത്യക്ഷനായ പാണ്ഡവർ പ്രതിഷ്ഠിച്ച കിരാതനെ മനസ്സിൽ ധ്യാനിച്ചു. ഇനിയുള്ള യാത്രകളിലും താങ്ങായി തണലായി ഉണ്ടാകാൻ പ്രാർത്ഥിച്ചു. 9:30 ഹോട്ടലിൽ തിരിച്ചെത്തി. ആലു പൊറോട്ട തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. യാത്ര തുടങ്ങിയപ്പോൾ വിവാഹം കഴിഞ്ഞുള്ള ഘോഷയാത്രയാണ് റോട്ടിൽ. വരനെ ഒരു പല്ലക്കിലിരുത്തി തോളിൽ വെച്ച് ബാൻഡും പാട്ടും ഡാൻസും ഒക്കെയായി ബന്ധുക്കൾ. റോഡ് ജാമാണ്. അതിനാൽ ഇത് അല്പനേരം കണ്ടുനിന്നു. വീഡിയോയും എടുത്തു. ഈ വിവാഹങ്ങൾക്ക് വന്നിരിക്കുന്നവരുടെ ബന്ധുക്കൾക്കായി ബുക്ക് ചെയ്തിരിക്കുന്നതിനാൽ ഹോം സ്റ്റേകളെല്ലാം ഫുള്ളാണ്. പടക്കങ്ങൾ പൊട്ടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഡാൻസ് തുടങ്ങുകയായി. ചാമിയാലയോട് വിട പറഞ്ഞ് യാത്ര തുടരുകയാണ്. ഇനി ഖൻസാലിയിൽ എത്തി വേണം രുദ്രപ്രയാഗിലേക്ക് യാത്ര തുടരാൻ. ഖൻസാലിയുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ സ്വാഗതം ഓതുന്ന ബോർഡ്. ഖൻസാലി പട്ടണം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. കടകളെല്ലാം തുറന്നിട്ടുണ്ട്. ഇവിടെ നിന്നും വലതു തിരിഞ്ഞ് കേദാർനാഥ് റൂട്ടിലാണ് പോകേണ്ടത്. ഭിലങ്കന നദി മുറിച്ച് അപ്പുറം കടന്നു. റോഡിൽ വാഹനങ്ങൾ കൂടി വരുന്നു. ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു സംശയം. എപ്പോഴും ചോദിച്ച് സംശയ നിവാരണം ചെയ്തു പോകുന്നതാണ് നല്ലത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വഴിയരികിൽ ഒന്ന് നിർത്തി. നിറഞ്ഞുകിടക്കുന്ന ഭിലങ്കന നദിയെ ഒരിക്കൽ കൂടി നോക്കി വീഡിയോയും എടുത്തു. ടെഹരി ഡാമിന് മുൻപായി ഈ നദിയിൽ ചെറിയ ചെറിയ ചെക്ക് ഡാമുകൾ പല സ്ഥലത്തുമുണ്ട്. നേരത്തെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ജാഗ്ധാറിലെത്തി ഇടതുവശത്തുകൂടിയാണ് ചാമിയാലയിലേക്ക് പോയത്. ഇപ്പോൾ വലതുവശത്തെ വഴിയിലൂടെ തിൽവാഡ എന്ന സ്ഥലത്തുകൂടിയാണ് ശ്രീനഗറിലേക്കും രുദ്രപ്രയാഗിലേക്കുമൊക്കെ പോകേണ്ടത്. നല്ല റോഡാണ് ഇവിടെയും. അല്പം വളവ് തിരിവുകൾ, കുത്തനെ മുകളിലേക്കുള്ള കയറ്റം, ഇതൊക്കെയാണ് ഇവിടെ. നിറയെ പൈൻമരങ്ങളുള്ള മലകൾ, തണുപ്പിൽ ഊനിക്കൂടി നടന്നു പോകുന്ന സ്ത്രീകൾ. കന്നുകാലികളുമായി പോകുന്ന ഒരു ഗ്രാമീണ സ്ത്രീ. ചാമിയാലയിലേക്കുള്ള വഴിയേക്കാൾ കുറച്ചുകൂടി സുന്ദരമാണ് ഇവിടെ പ്രകൃതി ഭംഗി. ശ്രീനഗറിലേക്ക് 37 കിലോമീറ്റർ ആണ് ഇവിടെ നിന്നും. പോഖൽ എന്ന ആദ്യ ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഗ്രാമമാണിത്. പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള നവോദയ വിദ്യാലയവും ഇവിടെയുണ്ട്.
പൗരി ഗഡ്വാൾ മേഖലയിലെ ശ്രീനഗർ എന്ന മുനിസിപ്പൽ കോർപ്പറേഷന് അടുത്തുള്ള ഈ ഭാഗത്ത് ഇടയ്ക്കിടെ പല ഗ്രാമങ്ങളും കാണാനുണ്ട്. ബൂഡാകേദാർ വഴി പോലെ അത്ര വിജനമല്ല ഈ വഴി. വീടുകളും ആൾസഞ്ചാരവും കടകളും ഒക്കെ ഇടയ്ക്കിടെയായുണ്ട്. ഇവിടെ വഴി വിജനമായി തോന്നുമെങ്കിലും താഴെ കൃഷിസ്ഥലങ്ങളാണ്. ഇവിടെ ഇടതുവശത്ത് മുകളിലായി ഒരു സ്കൂളാണ്. അത് കഴിഞ്ഞാൽ കുറച്ചു ഭാഗം വിജനമാണ്. പല സ്ഥലത്തും വഴിയരികിൽ ഒറ്റപ്പെട്ട വീടുകളും കാണാനുണ്ട്. വീണ്ടും ആവാസ മേഖലയിലേക്കാണ് ചെന്നെത്തുന്നത്. ഇവിടെ വലതുവശത്ത് താഴെ ചെങ്കുത്തായ ഭാഗങ്ങളില്ല, കൃഷിസ്ഥലങ്ങളാണ്. പലയിടത്തും വാഹനങ്ങൾ കവറിട്ട് വഴിയരികിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഈ ഭാഗത്ത് ഗ്രാമങ്ങൾ കുറച്ചുകൂടി സമ്പന്നമാണെന്ന് വീടുകളുടെ വലുപ്പത്തിൽ നിന്നും മനസ്സിലാക്കാം. കൃഷിസ്ഥലങ്ങളും ധാരാളമായുണ്ട്. ഈ കടകൾക്കപ്പുറം വലതുവശത്ത് താഴെയായി ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്. അതിനരികിലായി നിറയെ കൃഷിയാണ്. ഒരു സ്ഥലത്ത് പോലും പണ്ടത്തെ ഉത്തരാഖണ്ഡ് മാതൃകയിലുള്ള വീടുകൾ കാണാനേയില്ല. ഇനി അങ്ങോട്ട് അരമണിക്കൂറിലധികം വഴി ഇങ്ങനെ തന്നെയാണ്, വിജനമാണ്. വലതുവശത്ത് 200 അടിയിലധികം താഴ്ചയുള്ള താഴ്വാരങ്ങളാണ്. കൃഷിസ്ഥലങ്ങൾ തീരെയില്ല. കുറെ നേരമായി ഇങ്ങനെ ഏകാന്തതയാണ്. നല്ല കനത്ത കാടും. എന്നെ കൂടാതെ ഇപ്പോൾ റോഡിൽ ഒരു കാറ് മാത്രമേ കാണാനുള്ളൂ. കാറ് വളരെ വേഗത്തിൽ പോയിരിക്കുന്നു. മുന്നിൽ കാണാനേയില്ല. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ റോട്ടിൽ. മരങ്ങളുടെ ബാഹുല്യത്താൽ ഇവിടെ കാടിന്റെ കട്ടി കൂടിക്കൂടി വരുന്നു. ചെറിയ ഭയം മനസ്സിലുണ്ട്. പുള്ളിപ്പുലികളുടെ സാന്നിധ്യം ഇവിടെയും ധാരാളമായുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബസ് സ്റ്റോപ്പും കടയും ഏതോ ഒരു ഗ്രാമം താഴെയായുണ്ട്. പക്ഷേ വളവ് പിന്നിട്ടപ്പോൾ പിന്നെയും കാട് തന്നെയാണ്. അപൂർവങ്ങളായ പലതരം മരുന്നുചെടികൾ ഈ മേഖലയിൽ ലഭ്യമാണ്. ആയുർവേദ മരുന്ന് വ്യവസായത്തിന് ഹിമാലയത്തിന്റെ സംഭാവന വളരെ വലുതാണ്. അത്യപൂർവങ്ങളായ ചില ഔഷധ സസ്യങ്ങൾ ഈ ഹിമാലയൻ മേഖലയിൽ മാത്രമേ കണ്ടുവരുന്നുള്ളൂ. ഇവിടെ ഇടതുവശത്ത് താഴെ ഒരു കോളേജാണ്. റോഡിൽ നിന്നും നോക്കിയാൽ ഇതൊന്നും കാണാനേ സാധ്യമല്ല. ഈ കവാടം മാത്രമേ കാണാനാകൂ. ഒരു ഹെയർപിൻ വളവിനടുത്താണ് കോളേജ്. ആമോലി എന്ന സ്ഥലത്തേക്ക് എത്തുകയാണിപ്പോൾ. ഇവിടെയുമുണ്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം. ക്ലാസുകൾ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലിരിക്കുകയാണ് കുട്ടികൾ. ആമോലിയും ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെയെല്ലാം ചെറിയ ഭക്ഷണശാലകളുണ്ട്. ഇവിടെയെല്ലാം പ്രധാന ഗതാഗത മാർഗം ജീപ്പുകൾ തന്നെയാണ്. വലിയൊരു ഇറക്കവും വളവും. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പോവുകയാണ് റോഡ്. നാഷണൽ ഹൈവേ 7-നെയും 34-നെയും കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ 707A ആണ് ഈ റോഡ്. വീണ്ടും വീടുകളും വാഹനങ്ങളും കാണുമ്പോൾ അല്പം ഒരു സന്തോഷം. മനസ്സിലെ ഭയം തെല്ലൊന്ന് കുറയുന്നു. ജാഖണ്ഡ് എന്ന ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഇതെല്ലാം ടെഹ്രി ഗഡ്വാൾ മേഖലയിൽ തന്നെയാണ്. ആമോലിയേക്കാൾ അല്പം കൂടി വലിയ ഗ്രാമമാണ് ജാഖണ്ഡ്.
കൃഷി തന്നെയാണ് ഈ ഹിമാലയൻ ഗ്രാമങ്ങളിലെ പ്രധാന വരുമാന മാർഗം, ഒപ്പം കാലി വളർത്തലും. നെല്ല്, ഗോതമ്പ്, ചോളം, പച്ചക്കറികൾ ഇതൊക്കെ തന്നെയാണ് പ്രധാന കൃഷികൾ. പിന്നെ ചെറുധാന്യങ്ങളായ മില്ലറ്റുകളും കൃഷിയിൽ ഉൾപ്പെടുന്നു. ചാർധാം സീസൺ തുടങ്ങിയാൽ ഈ ഗ്രാമങ്ങളെല്ലാം വ്യാപാര തിരക്കിലാകും. ഭക്ഷണശാലകളാണ് അപ്പോൾ സജീവമാകുന്നത്. ഇവിടെയും റോഡിന് വലതുവശത്ത് താഴെയായി കൃഷിസ്ഥലങ്ങളാണ്. ഒരു ചെറിയ അരുവിയുടെ തീരത്തുള്ള കൃഷിസ്ഥലമാണിത്. തട്ടുതട്ടുകളായി കൃഷി ചെയ്യുന്നു. മറുവശത്ത് മലമുകളിൽ നിറയെ പൈൻ മരങ്ങളാണ്. ശാന്തമായ അന്തരീക്ഷം. അരുവി ഒഴുകുന്നതിന്റെ ചെറിയ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ജാർഖണ്ഡിന്റെ ടൗണിലേക്ക് എത്തിയിരിക്കുന്നു. റോഡിന് ഇരുവശത്തും കടകളാണ്. ടൗൺ കഴിഞ്ഞു പോകുമ്പോൾ മുൻപിൽ ഒരു വണ്ടിയിൽ നിറയെ ചെടികളുമായി പോകുന്നു. ഈ ഭാഗങ്ങളിൽ നിറയെ നഴ്സറികളുണ്ട്. പലതരത്തിലുള്ള പൂച്ചെടികളും ഫലവർഗ ചെടികളും ലഭ്യമാണ്. ഈ സ്ഥലത്തിന് അല്പം പരന്ന താഴ്വാര ഭൂപ്രകൃതിയാണ്. ചെങ്കുത്തായ വശങ്ങളില്ലാത്ത റോഡ്. പിന്നെയും കുറച്ചുനേരം വിജനതയാണ്. ഇനിയും 14 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിലേക്ക്. അല്പം കഴിയുമ്പോൾ ദാങ്ചൗര എന്ന സ്ഥലത്തെത്തുന്നു. ആവാസ മേഖലയിൽ എത്തുന്നു എന്നറിയിക്കുന്ന ബോർഡ് എല്ലാ ഗ്രാമങ്ങൾക്ക് മുൻപിലും വെച്ചിട്ടുണ്ട്. ചാർധാം യാത്രകളുടെ വർധനവ് ഉത്തരാഖണ്ഡിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ മാറ്റിയിരിക്കുകയാണ്. പഴയ കൊച്ചു ഗ്രാമങ്ങളൊക്കെ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പണ്ടത്തെ ഗ്രാമഭംഗി ഇതിനിടയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബംഗാപാനി എന്ന സ്ഥലം എത്തിയിരിക്കുന്നു. ഇവിടെ ദേവപ്രയാഗിൽ നിന്നും വരുന്ന നാഷണൽ ഹൈവേയുമായി സംഗമിക്കുന്നു. ഹൈവേയിൽ കയറി വലതുവശത്ത് പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. ഒന്ന് പെട്രോൾ അടിക്കണം. आ गया तो ठीक है. 94 രൂപ 50 പൈസയാണ് പെട്രോളിന്റെ വില. ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഏകദേശം ഒരേ വില തന്നെയാണ് പെട്രോളിന്. വീതിയേറിയ ഹൈവേയാണിത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സ്പീഡിലോടിച്ച് അപകടങ്ങളും കൂടുതലാണ്. ഈ ഹൈവേയിൽ ഓവർടേക്കിംഗ് കൊണ്ടാണ് കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഹൈവേയിൽ കയറി ആദ്യമെത്തുന്നത് കീർത്തിനഗറാണ്. ടെഹറി ഗഡ്വാൾ മേഖലയിൽ തന്നെയാണ് ഈ പട്ടണവും. 1894 ഗഡ്വാൾ രാജാവായിരുന്ന കീർത്തി ഷാ ആണ് ഈ നഗരം സ്ഥാപിച്ചത്. അളകനന്ദ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് പഴയ ശ്രീനഗറിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈ പട്ടണം ഉണ്ടാക്കിയത്. 20ഓളം ഗ്രാമങ്ങളാണ് കീർത്തിനഗറിൽ ഉള്ളത്. ഈ പാലമാണ് കീർത്തിനഗറിന്റെ അതിര്. വഴി രണ്ടായി പിരിയുന്നിടത്ത് ഒന്നുകൂടി ചോദിച്ച് ഉറപ്പിച്ചാണ് യാത്ര. ഇവിടെ നിന്നും ശ്രീനഗർ തുടങ്ങുകയായി. കാശ്മീരിലും ഒരു ശ്രീനഗർ ഉണ്ട്. ഇത് ഉത്തരാഖണ്ഡിലെ ശ്രീനഗറാണ്. പാലം കടന്നതിന് ശേഷമുള്ള ഭാഗങ്ങൾ പൗരി ഗഡ്വാൾ ജില്ലയുടേതാണ്.
പാലത്തിന് മുൻപായി നമ്മൾ വന്ന ഭാഗങ്ങൾ ടെഹ്രി ഗഡ്വാൾ ജില്ലയിലെയും ഗഡ്വാൾ ഹിമാലയ റേഞ്ചിലെ ഏറ്റവും വലിയ ടൗണാണ് ശ്രീനഗർ. സമുദ്രനിരപ്പിൽ നിന്നും 560 മീറ്റർ ഉയരമാണ് ഇവിടെ. ഋഷികേശിൽ നിന്നും 104 കിലോമീറ്റർ ആണ് ഇവിടേക്ക്. രാജ അജയ്പാൽ എന്ന ഗഡ്വാളി രാജാവാണ് ഗഡി എന്നറിയപ്പെടുന്ന പല ചെറു രാജ്യങ്ങളെയും കൂട്ടിച്ചേർത്ത് AD 1506 ഒരു ഗഡ്വാൾ സാമ്രാജ്യം ഉണ്ടാക്കുന്നത്. 1512 വരെ അദ്ദേഹം അതിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് ശ്രീനഗറിനെ തന്റെ വലിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി ഭരണം നടത്തി. വർഷങ്ങൾക്ക് ശേഷം നേപ്പാളി രാജാവിനെ കീഴടക്കി ഗൂർഖകൾ കാഠ്മണ്ഡു പിടിച്ചടക്കി. നേപ്പാളിനെ കീഴടക്കിയ ഗൂർഖകൾ തുടർന്ന് 1804 ഗഡ്വാൾ രാജാവായിരുന്ന പ്രദ്യുമ്ന ഷായെ വധിച്ച് ശ്രീനഗർ പിടിച്ചടക്കി. 1806 മുതൽ 1815 വരെ അവർ ശ്രീനഗറിൽ ഭരണം നടത്തി. പിന്നീട് ബ്രിട്ടീഷുകാർ ഗൂർഖകളെ തോൽപ്പിച്ച് ശ്രീനഗർ അവരുടെ നിയന്ത്രണത്തിലാക്കി. ഗോന ലേക്ക് ഡാം ഒരു വെള്ളപ്പൊക്കത്തിൽ തകർന്നതിനെ തുടർന്ന് പഴയ ശ്രീനഗർ പട്ടണം മുഴുവനായും തകർന്ന് ഒരു അടയാളം പോലും ബാക്കിയില്ലാതായി. ഇന്ന് ശ്രീനഗർ ഗഡ്വാൾ ഹിമാലയ റേഞ്ചിലെ സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നഗരമാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജും ഇവിടെയുണ്ട്. 180ഓളം അഫിലിയേറ്റഡ് കോളേജുകളുള്ള ഹേമവതി നന്ദൻ ബഹുഗുണ ഗഡ്വാൾ യൂണിവേഴ്സിറ്റി എന്ന ഒരു സർവകലാശാലയും ഇവിടെ പ്രവർത്തിക്കുന്നു. 2010 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അളകനന്ദ നദിക്കരയിലേക്ക് പോകുന്ന വഴിയാണ് ഇടതുവശത്ത്. ബൈക്കൊന്ന് അരികിലാക്കി. ഇവിടെ നിന്നാൽ താഴെ നദിയും പരിസര പ്രദേശങ്ങളും നന്നായി കാണാം. അളകനന്ദ നദിയും അതിനു മുകളിലായുള്ള പുതിയ പാലവും കാണാം. തൊട്ടടുത്തായി കാണുന്നത് പഴയ തൂക്കുപാലമാണ്. നദിക്ക് അപ്പുറത്തേക്കും ശ്രീനഗർ പട്ടണം വികസിച്ചിരിക്കുന്നു. വീണ്ടും യാത്ര തുടരുമ്പോൾ മലയിടിഞ്ഞ് ഹൈവേ ഒന്നാകെ ഇടിഞ്ഞുപോയ ഭാഗമെത്തുന്നു. ഇടിഞ്ഞു വീണ മണ്ണ് നീക്കി വാഹനങ്ങൾക്ക് സഞ്ചരിക്കാവുന്ന വിധത്തിലാക്കിയിരിക്കുന്നു. ചെറിയ പാലങ്ങളാലാണ് മലകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നല്ല വീതിയുള്ള പാലങ്ങളാണ്. ഇടിഞ്ഞ ഭാഗം കഴിഞ്ഞാൽ വീണ്ടും വീതിയുള്ള റോഡ്. വഴിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകൾ. ഇടതുവശത്ത് താഴെയായി അളകനന്ദ എതിർവശത്തേക്ക് ഒഴുകുന്നു. അളകനന്ദയുടെ ചെറിയ പോഷക നദികളും അതിനു മുകളിൽ മലകളെ ബന്ധിപ്പിച്ച പാലങ്ങളും. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ വെയിൽ കിട്ടുന്നതിനാൽ ഒരു സുഖവുമുണ്ട്. ഇടതുവശത്ത് ഒരു ചെറിയ ക്ഷേത്രത്തിന്റെ ഗോപുരമാണ്. ഈ റോഡിൽ വാഹനങ്ങൾ ധാരാളമായി കാണാം. ഏകാന്തത ഒട്ടും അനുഭവപ്പെടില്ല. വലതുവശത്തുള്ള മലയെ ചെത്തിയെടുത്തുണ്ടാക്കിയ റോഡാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഇളകിക്കിടക്കുന്ന മണ്ണ് ഇടിഞ്ഞു വീണ് റോഡ് തടസ്സപ്പെടുന്നു. ഇനിയും 16 കിലോമീറ്റർ ഉണ്ട് രുദ്രപ്രയാഗിലേക്ക്. ധാരിദേവി ക്ഷേത്രത്തിലേക്ക് എത്താറായിരിക്കുന്നു. ഇവിടെ മുകളിൽ നിന്നും നദിയും ക്ഷേത്രവും വളരെ വ്യക്തമായി കാണാം. അതിനാൽ ബൈക്ക് ഒന്ന്
താഴെ നദിക്ക് നടുവിലുള്ളതാണ് ഇന്ന് കാണാൻ പോകുന്ന ധാരീദേവി ക്ഷേത്രം. നദിയിൽ ജലനിരപ്പ് കുറവാണ്, അതിനാൽ മണൽത്തിട്ടകൾ കാണാം. സൂര്യപ്രകാശത്തിൽ നദിയിലെ ജലം പച്ച നിറത്തിൽ പ്രതിഫലിക്കുന്നു. റോഡിനരികിലായിയുള്ള ഈ ചെറിയ ഗോപുരമാണ് ക്ഷേത്ര കവാടം. കവാടത്തിനരികിലായി റോഡിനിരുവശത്തും പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടകളാണ്. തമിഴ് ക്ഷേത്ര മാതൃകയിലാണ് ഗോപുരം. ഈ വഴി താഴേക്ക് ഒരു വലിയ ഇറക്കമായി പോകുന്നു. അരികിൽ കൈവരികൾ കെട്ടി ഇടയ്ക്ക് ബെഞ്ചുകൾ സ്ഥാപിച്ചുള്ള കോൺക്രീറ്റ് കൊണ്ടുള്ള നടവഴിയാണ്. വഴിയിൽ ആരെയും തന്നെ കാണാനില്ല. തണുപ്പുകാലമായതിനാലാണ് ഇങ്ങനെ. ഇനി മെയ് മാസത്തിൽ ചാർധാം യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നുമായിരിക്കില്ല സ്ഥിതി. വളരെ തിരക്കുള്ള ക്ഷേത്രമാണിത്. നവരാത്രി കാലത്ത് വലിയ വരിയായിരിക്കും ക്ഷേത്രത്തിലേക്ക്. അതങ്ങ് റോഡ് വരെ ചെന്നെത്തും. മുകളിൽ ഷീറ്റിട്ടിരിക്കുന്നതിനാൽ മഴക്കാലത്ത് മഴ കൊള്ളാതെ ഇതിൽ നടന്നു പോകാം. ഈ നടവഴി കൂടാതെ താഴേക്ക് വാഹനങ്ങൾക്ക് പോകാവുന്ന ഒരു വഴിയുമുണ്ട്. ബൈക്ക് മുകളിൽ ഒരു കടയ്ക്കരികിൽ പാർക്ക് ചെയ്ത് നടന്നു പോകാനാണ് തീരുമാനിച്ചത്. കാളിയുടെ ഒരു അവതാരമാണ് ധാരീദേവി. ഉത്തരാഖണ്ഡിനെ കാത്തു സംരക്ഷിക്കുന്ന ശക്തിയായാണ് ധാരീദേവിയെ കരുതുന്നത്. വളരെ പണ്ട് മുകളിലെ മലകളിൽ നിന്ന് ഒരു വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചെത്തിയ ധാരീദേവിയുടെ വിഗ്രഹം ഇവിടെ ധാരോ ഗ്രാമത്തിൽ എത്തിയപ്പോൾ ഒരു പാറയിലുടക്കി തടഞ്ഞു നിന്നു. അതു കണ്ടെടുത്ത ഗ്രാമീണർ ഇവിടെ ഒരു ക്ഷേത്രം പണിതു. ഇവിടുത്തെ വിഗ്രഹത്തിന് 3 ഭാവങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാലത്ത് ഒരു പെൺകുട്ടിയുടെ മുഖഭാവവും ഉച്ചയ്ക്ക് യുവതീഭാവവും രാത്രി വൃദ്ധയുടെ രൂപവുമാണ് വിഗ്രഹത്തിൽ ദർശിക്കാൻ സാധിക്കുക. ധാരീദേവിയുടെ ഊർധ്വാംഗമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അധോഭാഗം കാളിമഠിലെ കാളി ക്ഷേത്രത്തിലാണ് ഉള്ളത്. ക്ഷേത്രപ്രതിഷ്ഠയുടെ മുകൾ ഭാഗം ആകാശത്തിലേക്ക് തുറന്ന രീതിയിലാണുള്ളത്. അതായത് മുകൾ വശത്ത് തട്ടുകളൊന്നുമില്ല. ശ്രീനഗറിനും രുദ്രപ്രയാഗിനും ഇടയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ശ്രീനഗറിൽ നിന്നും 14 കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്ക്. ചാർധാം യാത്രയുടെ രക്ഷകയായാണ് ധാരീദേവിയെ കരുതുന്നത്. അതിനാൽ ചാർധാം യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ രക്ഷകയായ ഈ ധാരീദേവിയെ ദർശനം ചെയ്താണ് യാത്ര പോലും തുടങ്ങുന്നത്. ക്ഷേത്രത്തോടടുക്കുമ്പോൾ ഈ നടവഴിക്കരികിലായി ധാരാളം കടകൾ കാണാം. ചുവന്ന തുണിയാണ് ദേവിക്ക് സമർപ്പിക്കുന്നത്. ഒപ്പം തേങ്ങയും എണ്ണയും കുങ്കുമവും. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ധാരാളം സുവനീറുകളും ഈ കടകളിലുണ്ട്. ചെരുപ്പുകൾ സൂക്ഷിക്കേണ്ടത് ഇവിടെയാണ്. അതിനായുള്ള ചെറിയ ഷെഡാണിത്. ഇവിടെ നിന്നും നദിക്ക് മുകളിലൂടെ ഒരു നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട്. കുറച്ചുപേർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. കാളിമാതാവിന്റെയും ഭൈരവന്റെയും പ്രാചീന ക്ഷേത്രമെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇവിടെ നടവഴിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഇടതുവശത്തേത് ഉള്ളിലേക്കുള്ളതും വലതുവശത്തേത് തിരിച്ചു പോകാനും. ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി മറ്റൊരു കഥയും കൂടിയുണ്ട്. 2013 ഇവിടെ ഉണ്ടായിരുന്ന പഴയ ക്ഷേത്രം പൊളിക്കുകയും
വിഗ്രഹം മൂലസ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. പുതിയ ക്ഷേത്ര നിർമ്മാണത്തിനായാണ് അങ്ങനെ ചെയ്തത്. 2013 ജൂൺ 16 ഈ കാര്യം നടന്നത്. പക്ഷേ അന്നു തന്നെ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുകയും ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്തു. 2013 ആ വെള്ളപ്പൊക്കത്തിന്റെ ദൃശ്യങ്ങൾ ടിവിയിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. കേദാർനാഥ് മുതൽ ഋഷികേശ് വരെ അതിന്റെ കെടുതികൾ ഉണ്ടായി. ചാർധാമിനെയും ഉത്തരാഖണ്ഡിനെയും കാത്തു സംരക്ഷിച്ചിരുന്ന ദേവിയുടെ സ്ഥാനഭ്രംശമാണ് ഈ അത്യാഹിതത്തിന് കാരണമെന്ന് ഇവിടെയുള്ള ഗ്രാമീണർ വിശ്വസിക്കുന്നു. പിന്നീട് ആ പഴയ ക്ഷേത്രമിരുന്ന സ്ഥലത്തു തന്നെയാണ് ഈ പുതിയ ക്ഷേത്രം പണിത് വിഗ്രഹം പുനഃപ്രതിഷ്ഠ ചെയ്തത്. എന്റെ ക്യാമറ കണ്ടപ്പോൾ ഇവർക്കും ഒന്ന് പോസ് ചെയ്യാൻ ആഗ്രഹം. നിരാശരാക്കിയില്ല. പടികൾ കയറി മുകളിലെത്തുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം കൈവരികൾ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നു. ചന്ദ്രപദിനി ക്ഷേത്രത്തിൽ കണ്ടതുപോലെ നിറയെ മണികളാണ് ക്ഷേത്രത്തിന് ചുറ്റും. ഭക്തർ വഴിപാടായി കൊണ്ടുവന്ന് കെട്ടുന്നതാണ് കൂടുതലും, ഒപ്പം ചുവന്ന തുണിയും. ഇവിടെ ദേവദാരു മരത്തിൽ കൊത്തുപണികൾ നടത്തിയ ഒരു വാതിൽ കാണാം. പക്ഷേ വലതുവശത്തെ ഈ വാതിലിലൂടെയാണ് പ്രവേശനം. ഇതാണ് ക്ഷേത്രത്തിന്റെ ഉൾവശം. മൂർത്തിയുടെ നേർക്ക് ഫോട്ടോ എടുക്കാൻ അനുവാദമില്ല. അവിടെ നിന്നും പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ഒരു ഹോമകുണ്ഡം കാണാം. ഹോമകുണ്ഡത്തിനടുത്ത് അതിനായുള്ള തടികളും വെച്ചിരിക്കുന്നു. അവിടെ നിന്നും വീണ്ടും ചുറ്റി വരുമ്പോൾ ഇങ്ങനെ ഒരു ശിവപ്രതിഷ്ഠയാണ്. ശക്തിക്കൊപ്പം ശിവനും ശിവനൊപ്പം ശക്തിയും എല്ലായിടത്തുമുണ്ട്. ഉത്തരാഖണ്ഡിന്റെ വിശ്വാസങ്ങളിൽ ശിവനും ശക്തിക്കും അത്രയേറെ പ്രാധാന്യമാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ പ്രധാന പ്രതിഷ്ഠയുടെ മുകൾ ഭാഗം തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്നും സൂര്യപ്രകാശം വരുന്നത് കാണാം. ഇപ്പോൾ ഒരു യുവതീഭാവമാണ് വിഗ്രഹത്തിന്. കുറച്ചു നേരം പ്രാർത്ഥിച്ചു, പിന്നെ പുറത്തേക്കിറങ്ങി. മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ പ്രദേശം. നല്ല വെയിലുണ്ട്, അതിനാൽ തണുപ്പിന് വളരെ ആശ്വാസവുമുണ്ട്. ക്ഷേത്രത്തിലേക്ക് കുറച്ചുപേർ കൂടി എത്തിയിട്ടുണ്ട്. ദേവദാരു വൃക്ഷത്തടിയിലാണ് തൂണുകളും മറ്റു മരപ്പണികളും. നൂറുകണക്കിന് വർഷം ഇത് ഇങ്ങനെ കേടുകൂടാതെ നിലനിൽക്കും. ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ധനം കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നു. ക്ഷേത്ര ദർശനത്തിന് വരുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇത്. ക്ഷേത്രത്തിന്റെ ഒരു 360 ഡിഗ്രി കാഴ്ചയാണ് ഇനി. ഇത് മുൻവശം. ഇത് ഇടതുവശം. സൂര്യകിരണങ്ങൾ അളകനന്ദയിൽ വെള്ളി വെളിച്ചം വിതറുന്നു.
വെള്ളം കുറവായതിനാൽ അങ്ങിങ്ങായി നദിയിൽ മണൽപ്പരപ്പ്. നദീതീരത്തേക്ക് ഇറങ്ങി വരാനുള്ള റോഡ് ഇടതുവശത്തായി കാണാം. ഇതാണ് പുറകുവശം. ഇവിടെ നദിക്ക് ആഴം കൂടുതലാണ്. മറുകരയെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലമാണിത്. നദിയിലൂടെ ഒരു സ്പീഡ് ബോട്ട് യാത്രക്കാരുമായി പോകുന്നു. ടൂറിസ്റ്റുകൾക്കുള്ള ഫെസിലിറ്റിയാണത്. പത്ത് മിനിറ്റ് നദിയിലൂടെ അങ്ങനെ സഞ്ചരിച്ച് അത് തിരിച്ചെത്തുന്നു. മുകളിൽ നിന്നും താഴേക്കിറങ്ങി വന്ന നടവഴിയും പാലവുമാണത്. ഇനി മടക്കയാത്ര. ഇവിടെ നിന്നാണ് സ്പീഡ് ബോട്ടുകൾ യാത്ര തുടങ്ങുന്നത്. സേഫ്റ്റി ജാക്കറ്റുകൾ ധരിപ്പിച്ചാണ് യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്. താഴെ നദീതീരത്ത് കുറച്ചുപേർ നിൽക്കുന്നു. മുകളിലെ ഹിമാനികളിൽ നിന്നും വരുന്നതിനാൽ നല്ല തണുപ്പാണ് വെള്ളത്തിന്. ശാന്തമായി ഒഴുകുന്ന നദി. നദിയിൽ നിന്നും പണിതുയർത്തിയ തൂണുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ധാരീദേവിയുടെ ചെറിയ ക്ഷേത്രം. പ്രകൃതിയുമായി വളരെ ഇണങ്ങി ജീവിക്കുന്ന ഗ്രാമീണരും അവരുടെ വിശ്വാസങ്ങളും. ഇതെല്ലാം ചേർന്നതാണ് വിശാലമായ സനാതന സങ്കല്പം. പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങൾ പ്രാണവായു പോലെ മഹത്തരമാണ്. അവരുടെ രക്തത്തിലലിഞ്ഞ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ് ആ വിശ്വാസം. ഇത് ഇറങ്ങാൻ നല്ല എളുപ്പമായിരുന്നു, പക്ഷേ കയറാൻ നല്ല ബുദ്ധിമുട്ടാണ്. കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ ഇറങ്ങുന്നവർ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ. പ്രായമുള്ള ആൾക്കാർ, മുട്ടുവേദനക്കാർ, അസുഖക്കാർ, ശ്വാസം മുട്ടുകാർ, ഇതൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം ധാരിദേവി മന്ദിറിലേക്ക് ഇറങ്ങാൻ. തിരിച്ചു കയറുമ്പോൾ കുത്തനെയുള്ള കയറ്റാണ്, ശ്രദ്ധിക്കണം. ജയ് മാതാദി. ഇങ്ങനെ ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ആവശ്യം അത്ര തോന്നിയില്ല. ഇതെന്തിനാന്ന് വിചാരിച്ചു. തിരിച്ചു കയറി വരുമ്പോൾ വളരെ സഹായമാണ്. ഇവിടുന്ന് ക്ഷേത്രവും ആ തൂക്കുപാലവും കാണാം, അപ്പുറത്തെ കാര്യമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഭൈരവ മന്ദിരമുണ്ട്, അഘോരനാഥ് ഭൈരവ്. വീണ്ടും അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം രുദ്രപ്രയാഗിൽ എത്തിയിരിക്കുന്നു. താഴെയാണ് നദീ സംഗമം. അളകനന്ദയും മന്ദാകിനിയും ചേർന്ന് അളകനന്ദയായി മുന്നോട്ടൊഴുകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ മന്ദാകിനി നദിയെ തന്നിലേക്ക് ആവാഹിച്ച് അളകനന്ദ ഒഴുകുന്നു. അങ്ങനെ താഴേക്കൊഴുകി ദേവപ്രയാഗിൽ ഭാഗീരഥിയുമായി ചേർന്ന് ഗംഗയായി ഒഴുകുന്നു. വളരെ പ്രസിദ്ധമായ രുദ്രനാഥ ക്ഷേത്രം ഇവിടെയാണ്. നാരദന് വീണാവാദനം പകർന്നു നൽകിയ രുദ്രരൂപിയായ ശിവൻ പ്രത്യക്ഷനായ സ്ഥലം. തിരിച്ചുള്ള യാത്രയിൽ നമ്മൾ ഈ ക്ഷേത്ര ദർശനം നടത്തും.
ഇവിടെ ഒരു സെൽഫി പോയിന്റും യാത്രക്കാർക്കുള്ള വിശ്രമ സ്ഥലവുമുണ്ട്. അളകനന്ദയുടെ തീരത്തുകൂടി വന്ന യാത്ര ഇനി തുടരുന്നത് മന്ദാകിനി നദിയെ ക്രോസ് ചെയ്ത് അതിനരികിലൂടെയാണ്. താഴെ പാലവും നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കവും കാണാം. ഹിമാലയ പാതകളിൽ പല സ്ഥലത്തും ഇത്തരം തുരങ്കങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടേയിരിക്കുന്നു. താഴെ ഇറങ്ങി കുറച്ചു ചെല്ലുമ്പോൾ വഴിയുടെ പണികൾ പുരോഗമിക്കുന്നു. ഈ വഴികളിൽ 365 ദിവസവും പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. റോഡിന്റെ വീതി കൂട്ടലും ഇടിഞ്ഞ റോഡിന്റെ പുനർനിർമ്മാണവും. എത്രയോ പേർക്ക് അതിനാൽ തൊഴിൽ ലഭിക്കുന്നു. കേദാർനാഥിലേക്കുള്ള റോഡാണിത്. നല്ല വീതിയുള്ള ഡബിൾ ലൈൻ റോഡ്. ഇവിടെ ഹിമാലയത്തിന് മറ്റൊരു ഭാവമാണ്. പൗരി ഗഡ്വാളിന്റെ പല ഭാഗങ്ങളും ചേർത്താണ് രുദ്രപ്രയാഗ് ഡിസ്ട്രിക്ട് രൂപം കൊണ്ടത്. ജിം കോർബറ്റ് എന്നറിയപ്പെടുന്ന എഡ്വേർഡ് ജെയിംസ് കോർബറ്റ് എന്ന വളരെ പ്രസിദ്ധനായ ആംഗ്ലോ ഇന്ത്യൻ നായാട്ടുകാരൻ ഇവിടെ രുദ്രപ്രയാഗിൽ വളരെ കാലം താമസിച്ചിരുന്നു. മനുഷ്യമാംസം തിന്ന് രുചി പിടിച്ച രുദ്രപ്രയാഗിലെ പുള്ളിപ്പുലികളെ പറ്റി കോർബറ്റ് വിശദമായി എഴുതിയിട്ടുണ്ട്. ഇന്നും ഈ മേഖലയിൽ പുള്ളിപ്പുലികൾ ധാരാളമായുണ്ട്. ഈ റോഡിൽ ധാരാളം ഹോട്ടലുകളും ഡാബകളുമുണ്ട്. അഗസ്ത്യമുനി ഗുപ്തകാശി വഴിയാണ് ത്രിയുഗി നാരായൺ ക്ഷേത്രത്തിലേക്കും കേദാർനാഥിലേക്കും പോകുന്നത്. പെട്രോൾ പമ്പുകളും ഇടയ്ക്കിടെയായുണ്ട്. നല്ല വഴിയായതിനാൽ ഇരുട്ടുന്നതുവരെ പോയി എത്തുന്നിടം വരെ ചെല്ലണം. ഇപ്പോൾ എത്തുന്നത് തിൽവാഡയിലേക്കാണ്. വാഹനത്തിന് മുകളിൽ ഒരു വിഗ്രഹവും വെച്ച് ഭജനയുമായി ചിലർ പോകുന്നു. നാഷണൽ ഹൈവേ 107 കേദാർനാഥ് റൂട്ടിലെ ഒരു പ്രധാന ഗ്രാമമാണ് തിൽവാഡ. രുദ്രപ്രയാഗിൽ നിന്ന് 10 കിലോമീറ്റർ ആണ് ഇവിടേക്ക്. ഇതു കഴിഞ്ഞാൽ 9 കിലോമീറ്റർ ആണ് അഗസ്ത്യമുനിയിലേക്ക്. ഋഷികേശിൽ നിന്നും ഡെറാഡൂണിൽ നിന്നും ബസ് സർവീസ് ഉള്ള സ്ഥലമാണ് തിൽവാഡ. നദിയോട് ചേർന്ന് സുന്ദരമായ ഗ്രാമപ്രദേശങ്ങളുണ്ട് ഈ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ വില്ലേജ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സ്ഥലം കൂടിയാണ് തിൽവാഡ. തിൽവാഡ പിന്നിട്ട് 9 കിലോമീറ്റർ എത്തുമ്പോൾ അഗസ്ത്യമുനിയായി. സപ്തർഷികളിൽ പ്രധാനിയായ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമമുണ്ടായിരുന്ന സ്ഥലമാണിത്. മഹാതപസ്വിയും സിദ്ധനുമായ അഗസ്ത്യമുനി നമ്മൾ മലയാളികൾക്കിടയിലും സുപരിചിതനാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മാർക്കറ്റും ധാരാളം സ്ഥാപനങ്ങളുമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ വലതുവശത്തായാണ് അഗസ്ത്യമുനിയുടെ ആശ്രമവും ക്ഷേത്രവും. അത് നമ്മൾ തിരിച്ചുള്ള വഴിയിൽ സന്ദർശിക്കും. ഇവിടെ നിന്നും ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ ശിഖരങ്ങൾ കണ്ടു തുടങ്ങുന്നു. ഇടതുവശത്ത് റോഡിന് തൊട്ടു താഴെയായി ഒഴുകുന്ന മന്ദാകിനി. സമയം 5 കഴിഞ്ഞിരിക്കുന്നു. തണുപ്പ് കൂടി വരുന്നു. ഇനി പെട്ടെന്ന് ഇരുട്ടാകും. ഇരുട്ടുന്നതിന് മുൻപ് രാത്രി തങ്ങാനായി ഒരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കണം. അതോടൊപ്പം ഇരുട്ടുന്നതിന് മുൻപ് പരമാവധി ദൂരം ചെന്നെത്തുകയും വേണം. വഴിയരികിൽ റൂംസ് അവൈലബിൾ എന്നൊരു ബോർഡ് കാണാനുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇവിടം ഇഷ്ടപ്പെട്ടില്ല. ഇനിയും മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഗംഗാനഗറാണ് കഴിഞ്ഞത്. ഇനി ചന്ദ്രപുരിയിൽ നോക്കണം. പേഡു ഭഗഡ്
ബേരു ബാഗർ എന്നീ സ്ഥലങ്ങൾ കൂടി കഴിഞ്ഞാണ് ചന്ദ്രപുരി. ചന്ദ്രപുരിയിലെ ശിഖർ ലോഡ്ജിലാണ് ഇന്നത്തെ രാത്രിവാസം. മുപ്പത്താറ് മുറികളുള്ള ലോഡ്ജാണിത്. 2 നിലകൾ താഴേക്കാണ്. പുതിയ ലോഡ്ജാണ്. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർവശത്തായും ഒരു ഹോട്ടലുണ്ട്. അരുൺ നെഗി എന്ന ഈ യുവാവാണ് ഹോട്ടലിന്റെ നടത്തിപ്പുകാരൻ. ഹോട്ടലിന്റെ റിസപ്ഷനിസ്റ്റും മാനേജറും കുക്കും ഒക്കെ ഇയാൾ തന്നെയാണ്. ഇതാണ് റൂം. അത്യാവശ്യം 3 ആൾക്ക് താമസിക്കാം. 600 രൂപയുള്ളൂ ചാർജ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഇത്ര പുഴയുടെ തൊട്ടടുത്ത്, മന്ദാകിനിയുടെ തൊട്ടടുത്ത് ഒരു സ്റ്റൂള്, അത്യാവശ്യം ബേസിക് സൗകര്യങ്ങൾ തന്നെ ഉള്ളൂ. പക്ഷെ അതൊക്കെ ധാരാളമാണ് നമുക്ക്. ഇവിടെ നിന്നുള്ള കാഴ്ചയാണ്, ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. പിന്നെന്ത് വേണം? ഒരു ട്രാവലറാകുമ്പോൾ നമുക്കൊന്ന് കിടന്നുറങ്ങണം, അത്ര തന്നെ ഉള്ളൂ. ബാത്റൂമും ബേസിക് ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗീസറൊക്കെ ഉണ്ട്, ചൂടുവെള്ളത്തിനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ചെറിയ റെസ്റ്റോറന്റും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റെസ്റ്റോറന്റിനോട് ചേർന്നുള്ള ചെറിയ കിച്ചൺ ആണിത്. പുറത്തെ ബാൽക്കണിയിൽ നിന്നും നോക്കുമ്പോൾ മന്ദമായി ഒഴുകുന്ന മന്ദാകിനി നദി. മന്ദാകിനിക്ക് അപ്പുറത്തെ കരയിൽ ഒരു ക്ഷേത്രവും ഗ്രാമവും കാണാം. ആ വശത്ത് കൃഷിയിടങ്ങളുമുണ്ട്. കുറച്ചുനേരം ഒന്ന് നടന്നു. ദൂരെ മഞ്ഞുമായി നിൽക്കുന്ന ഹിമാലയ നിരകൾ. രാത്രി ഭക്ഷണം ചോറും പരിപ്പ് കറിയും കുറച്ച് മുള്ളങ്കി കഷ്ണങ്ങളും, അതും 6:30-ക്ക്. ഇനി 10 മണിക്ക് തുടങ്ങിയ യാത്രയുടെ ക്ഷീണം മാറ്റണം. കാലത്ത് 7:30-ക്കെങ്കിലും ഇറങ്ങണം. 55 കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് ഇനിയും. ത്രിയുഗി നാരായണ ക്ഷേത്രത്തിലേക്കുള്ള ദുർഘടമായ വഴികളിലൂടെയുള്ള യാത്രയും ക്ഷേത്ര ദർശനവുമാണ് അടുത്ത വീഡിയോയിൽ. അതുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.